+2 മക്കളുടെ റിസൾട്ട് വരാൻ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, +2 എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെ മാർക്കും 10ാം ക്ലാസ്സിൻ്റെ അത്ര കിട്ടിക്കോളന്നില്ല. LP സ്കൂളിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളായിരിക്കും, സ്റ്റേജിൽ നിന്ന് അവിടുത്തെ പ്രധാന അധ്യാപകരുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിയ കുട്ടികളായിരിക്കും. പക്ഷെ നിങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മുടെ +2ലുള്ള റിസൾട്ടിനെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ഒരുപക്ഷെ 10A+ വാങ്ങിയ കുട്ടികളായിരിക്കാം 3A+ മുതൽ +2ൽ ചുരുങ്ങിപ്പോയിട്ടുണ്ടാവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുളത്തിൽ നിന്നും SSLC ഒരു കുളമാണെങ്കിൽ അവർ കടലിൽ നീന്തിയിട്ടാണ് ഈ മാർക്ക് വാങ്ങുന്നത്. പറഞ്ഞു വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ലഘൂകരിച്ചൊരു സിലബസ് പഠിച്ചിട്ട് പെട്ടെന്ന് അവർ 6 വിഷയമായി ചുരുങ്ങിയാലും 60 വിഷയത്തിൻ്റെ കട്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് +2ൽ പഠിക്കാൻ, അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ. ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ശ്രദ്ധിച്ച പോലെ നമ്മുടെ മക്കൾ വലുതായി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വലുതായി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അവരെ ചേർത്ത് പിടിക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ രാവിലെ എണീപ്പിക്കുകയും രാത്രി എത്ര നേരം വൈകി വന്ന് വേണമെങ്കിൽ നിങ്ങൾ അവരെ കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് +2ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ കുറഞ്ഞില്ലേ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞങ്ങളടക്കമുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ്. 5ാം ക്ലാസ്സിൽ ഒരു പക്ഷേ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും, 4ാം ക്ലാസ്സിൽ അതിനേക്കാളും മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും മാർക്ക് കുറഞ്ഞു വരുന്നത് അത് ഞങ്ങൾ കളി കൂടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ +2ത്തെ മക്കളെ നിങ്ങൾ അങ്ങനെ തന്നെ കാണണം. കാരണം ഒരിക്കലും അവർ കളി കൂടിയതോ, ഇൻസ്റ്റയിൽ കളി കൂടിയതോ ഉണ്ടോ, അല്ലെങ്കിൽ വല്ല അഫെയറിൽ പെട്ടതുകൊണ്ടോ അങ്ങനെയൊക്കെയാണല്ലോ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി പല പെൺകുട്ടികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, റിസൾട്ട് വന്നു കഴിഞ്ഞ് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യം അതായിരിക്കാം. ഒരുപക്ഷെ അവർ +2 എന്നൊക്കെ അവരുടെ ടീനേജ് പ്രായമാണ്, വല്ല അഫെയറിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അതെടുത്ത് ഇവിടെ പ്രയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അഫെയറിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം അവരുടെ വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ കളഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷേ ആ കളഞ്ഞു പോയതിനെ അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ. പക്ഷേ രക്ഷിതാക്കൾ അതിനെ വീണ്ടും കുത്തി നോവിക്കും റിസൾട്ടിലൂടെ. അത് നിങ്ങൾക്ക് പറയണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പല തവണകളായിട്ട് പലപ്പോഴായിട്ട് പറയാം. പക്ഷേ ഈ നേരത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ തെറ്റുകൾ, കുട്ടികളുടെ പ്രായത്തിൽ കുട്ടികളിൽ സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ തെറ്റുകളെ ഇപ്പം നിങ്ങൾ ഒരിക്കലും ക്രൂശിക്കപ്പെടരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം തന്നെയാണ്, അവർക്ക് ഇനി വരുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് എന്താണോ ആഗ്രഹം. ചിലർക്ക് LLBക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ ആഗ്രഹം ഉണ്ടാവും. അവരുടെ ഈ മാർക്ക് വെച്ചിട്ട് ഇനി നീ എന്തിനാണ് പോകേണ്ട ആവശ്യം, ഞങ്ങളുടെ പൈസ മുഴുവൻ നശിപ്പിക്കാനെന്നൊന്നും പറയല്ലേ. നമ്മുടെ പൈസ പിന്നെ ആർക്കാണ്? നമ്മുടെ പൈസ നമ്മുടെ മക്കൾക്കല്ലാതെ പിന്നെ ആർക്ക് കൊടുക്കാനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ അവരുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇനി അവരെ നോക്കില്ല എന്നാണോ, ഇനി അവരെ പഠിപ്പിക്കില്ല എന്നാണോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ മക്കളാണ്, അവരെവിടെങ്കിലൊക്കെ എത്തും. ഞങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത് ഉള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടാണ്. കാരണം നമ്മളൊക്കെ ആ ഒരു രൂപത്തിൽ വന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുക. റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു റിസൾട്ട് ആവുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നല്ലതാണെങ്കിലും കുറച്ച് മാർക്ക് കുറഞ്ഞാണെങ്കിലും മക്കളെ നിങ്ങൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുക. ഒരു പ്രയാസങ്ങളും ഇല്ല. നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കും. എന്തായാലും ഉഷാറാവട്ടെ. താങ്ക് യു.